വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. കറന്റ് സ്കോട്ട്ലൻഡിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് മന്ത്ലി എത്ര ചെലവ് വരും എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടന്റ്. സോ ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് റെന്റ്, അതുപോലെ കൗൺസിൽ ടാക്സ്, പിന്നെ നമുക്ക് വരുന്ന യൂട്ടിലിറ്റി ബിൽസ്, ഒരു ഗ്രോസറി പർച്ചേസിന് പോകുമ്പോൾ നമുക്ക് ഏകദേശം എത്ര പൗണ്ട്സ് ആകും മന്ത്ലി, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷന് എത്രയാകും, ട്രാൻസ്പോർട്ടേഷന് ഏകദേശം എത്രയാകും, പിന്നെ നമ്മുടെ മിസ്ലേനിയസ് ആയിട്ടുള്ള ചെലവുകളുണ്ടല്ലോ, ഇതൊന്നും അല്ലാതെ നമുക്ക് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഏകദേശം എത്രയാകും എന്നുള്ളതൊക്കെയാണ്. ആദ്യം തന്നെ സ്കോട്ട്ലൻഡിലുള്ള ഡിഫറെന്റ് സിറ്റീസിലെ ആവറേജ് റെന്റ് എത്രയാണെന്ന് നോക്കാം. സ്കോട്ട്ലൻഡിലെ മെയിൻ 4 സിറ്റീസ് ആണ് എഡിൻബറ, ഗ്ലാസ്ഗോ, അബർഡീൻ, അതുപോലെ ഡണ്ടി. സോ അവിടുത്തെ സിറ്റി സെന്റേഴ്സിൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള റേറ്റ്സ് ആണ് കേട്ടോ ഞാനിപ്പം പറയുന്നത്, ഒരു ആവറേജ് റേറ്റ്സ് ആണ്. എഡിൻബറയിലാകുവാണെങ്കിൽ ഒരു 1 BHKക്ക് ഒരു 900 to 1400 പൗണ്ട്സ് ആവും. ഗ്ലാസ്ഗോയിലാണെങ്കിൽ അത് 700 to 1200 പൗണ്ട്സ്. അബർഡീനോ അല്ലെങ്കിൽ ഡണ്ടിയോ ആണെങ്കിൽ 600 to 1000 പൗണ്ട്സ് ബിറ്റ്വീൻ ആയിരിക്കും. ഇനി ഇതല്ല, നിങ്ങൾ പുറത്തോട്ട് ആണ് അല്ലെങ്കിൽ സ്മോൾ ടൗൺസിലോട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവിടുത്തെ ഒരു ആവറേജ് റെന്റ് എന്ന് പറയുന്നത് ഒരു 400 to 700 പൗണ്ട്സ് ആണ് ഫോർ 1 BH. ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ ടൗണിലാണ് താമസിക്കുന്നത്. സോ ഇവിടെ ഞങ്ങളൊരു 2 BHKക്ക് കൊടുക്കുന്നത് 525 പൗണ്ട്സ് പെർ മന്ത് ആണ്. ഇനി നിങ്ങൾക്ക് എക്സാക്ട്ലി ഏതെങ്കിലും പെർട്ടിക്കുലർ ലൊക്കേഷന്റെ റെന്റ് അറിയണമെന്നുണ്ടെങ്കിൽ പല വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. ലൈക്ക് സൂപ്ല, റൈറ്റ് മൂവ് പോലത്തെ ഉള്ള വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഡെപ്പോസിറ്റ്സ് പേ ചെയ്യേണ്ടി വരും. മോസ്റ്റ്ലി അത് 1 month ഓഫ് യുവർ റെന്റ് ആയിരിക്കും ഡെപ്പോസിറ്റ് ആയിട്ട് പേ ചെയ്യേണ്ടത്. അത് 1 month ആവാം, അതിൽ കൂടുതലാവാം, ഡിപ്പെൻഡിങ് ഓൺ യുവർ ലാൻഡ് ലോഡ്സ്. സോ അടുത്തായിട്ട് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ നമ്മുടെ കൗൺസിൽ ടാക്സും അതുപോലെ തന്നെ വാട്ടർ ആൻഡ് സീവേജ് ബിൽസ് ആണ്. അത് നോർമലി നമുക്ക് മന്ത്ലി ഒരൊറ്റ ബില്ലായിട്ടാണ് വരുന്നത്. ഇനി കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്കലി വരുന്ന നമ്മുടെ ഗാർബേജ് കളക്ഷൻ, അതുപോലെ തന്നെ റോഡ് മെയിൻ്റനൻസ്, എമർജൻസി സർവീസസിന്റെ മെയിൻ്റനൻസും ഒക്കെ ഈ നമ്മൾ ഈ കൊടുക്കുന്ന കൗൺസിൽ ടാക്സ് വെച്ചിട്ടാണ് ഗവൺമെന്റ് സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി വാട്ടർ ആൻഡ് സീവേജ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വാട്ടർ സപ്ലൈയുടെയും അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ഡിസ്പോസലിനും വേണ്ടിയിട്ടാണ് അവരിത് നമുക്ക് ചാർജ് ചെയ്യുന്നത്. കൗൺസിൽ ടാക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ വീടിന്റെയും ബാൻഡ് അനുസരിച്ചിട്ടാണ്. സോ എങ്ങനെയാണ് ഈ ബാൻഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹൗസിന്റെ പ്രോപ്പർട്ടി വാല്യൂ അനുസരിച്ചിട്ടാണ് കൗൺസിൽ ഓരോ ഹൗസ് ഹോൾഡിനും അതിന്റെ ബാൻഡ് അസൈൻ ചെയ്യുന്നത്. സോ ദർ ഇസ് A to H വരെയുള്ള ബാൻഡ്സ് അവൈലബിൾ ആണ്. ബാൻഡ് എയിൽ വരുന്ന വീടുകൾക്കായിരിക്കും ഏറ്റവും കുറവ് കൗൺസിൽ ടാക്സ് ചുമത്തുന്നത്. അതുപോലെ തന്നെ ബാൻഡ് എച്ചിൽ വരുന്നതിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് കൗൺസിൽ ടാക്സ് വരുന്നത്. നിങ്ങൾ വീട് റെന്റ് ഔട്ട് ചെയ്യുമ്പോഴേനും നിങ്ങൾ ഏത് ബാൻഡിലോട്ടാണ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ കൗൺസിൽ ടാക്സിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്ന ഒരു 100 pounds to 200 pounds പെർ മന്ത് ആണ്, നമ്മുടെ ഏരിയനെയും നമ്മുടെ ബാൻഡിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വരുന്ന ഒരു 115 pounds പെർ മന്ത് ആണ്. ഞങ്ങൾ ബാൻഡ് എയിലാണ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഗ്രോസറി ബില്ലാണ്. സോ ഞങ്ങൾ ഇവിടെ 4 പേരാണ്. അപ്പം 2 അഡൽട്സും 2 കുഞ്ഞിപ്പിള്ളേരും. ഞങ്ങൾക്ക് ഇവിടെ മന്ത്ലി വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 330 to 380 പൗണ്ട്സ് ആണ്. അത് വേരി ചെയ്യും ഓരോ മാസം അനുസരിച്ച്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ ഗ്രോസറീസും ഞങ്ങൾ ഇതിനകത്ത് മേടിക്കാറുണ്ട്. സിംഗിൾ ആൾക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം മന്ത്ലി ഒരു 120 to 180 പൗണ്ട്സിൽ എന്തായാലും നിങ്ങളുടെ ഗ്രോസറി ബഡ്ജറ്റ് നിൽക്കും. ഇനി വരാൻ പോകുന്നത് നമ്മുടെ യൂട്ടിലിറ്റി ബിൽസ് ആണ്. സോ അത് ആക്ച്വലി നമ്മുടെ യൂസേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രയാണ് നമ്മുടെ ബിൽസ് വരാൻ പോകുന്നത് എന്നുള്ളത്. അതിനകത്ത് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി ബില്ലാണ്. ഞങ്ങൾക്ക് ഇവിടെ കുക്കിങ്ങിനാണെങ്കിലും ഹീറ്റിങ്ങിനാണെങ്കിലും എല്ലാത്തിനും ഇലക്ട്രിസിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. സോ അത് ആക്ച്വലി മന്ത്ലി അത് വേരി ചെയ്യും. മന്ത്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിലും വിന്ററിലും അത് വേരി ചെയ്യും. കാരണം വിന്ററിലാണല്ലോ നമ്മൾ കൂടുതൽ ഹീറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ അത് നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. സോ ഞങ്ങൾക്ക് സമ്മറിൽ ഏകദേശം ഒരു 100-120 പൗണ്ട്സ് ആകുവാണെങ്കിൽ വിന്ററിലോട്ട് വരുമ്പോൾ അത് 200 to 250 പൗണ്ട്സ് വരെ ആകും. ഇനി അടുത്തത് വരുന്നത് ഗ്യാസ് ബിൽസ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ ഗ്യാസ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ബില്ല് വരാറില്ല. ബട്ട് ഈ സെയിം ക്രൈറ്റീരിയ തന്നെയാണ് അവിടെ ആപ്ലിക്കബിൾ. ബേസിക്കലി നമുക്ക് നമ്മുടെ കുക്കിങ്ങും അതുപോലെ തന്നെ ഹീറ്റിങ്ങും ഗ്യാസ് വഴിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്യാസിൻ്റെ ബില്ലായിരിക്കും നമുക്ക് ജനറേറ്റ് ആവുന്നത്. അതും ഇതുപോലെ തന്നെ സമ്മറിലും വിൻ്ററിലും ഡിഫറെൻ്റ് ആയിരിക്കും. സോ സമ്മറിൽ അറൗണ്ട് 120 to
30 റേഞ്ചിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ വിൻ്ററിലാകുമ്പോൾ അത് വീണ്ടും ഇൻക്രീസ് ആകും, 200 to 230 പൗണ്ട്സ് ഒക്കെ വരും. ഇനി ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റേറ്റിംഗ് ആണ് EPC റേറ്റിംഗ്. സോ എല്ലാ പ്രോപ്പർട്ടിക്കും ഒരു EPC റേറ്റിംഗ് ഉണ്ടാവും. EPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ്. EPC റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഇൻസുലേഷൻ എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്ന് ഉള്ള ഒരു ക്രൈറ്റീരിയ ആണ്. സോ A to E വരെ ഉണ്ട്. A എന്ന് പറയുന്നത് മോസ്റ്റ് എഫിഷ്യൻറ്റും അതുപോലെ E എന്ന് പറയുന്നത് ലീസ്റ്റ് എഫിഷ്യൻറ്റും ആണ്. സോ നമ്മൾ ആ വീട് എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ EPC റേറ്റിംഗും കൂടെ നോക്കിയെടുത്താൽ നല്ലതായിരിക്കും. നല്ല EPC റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ബിൽസ്, ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഗ്യാസ് ബിൽസ് ആണെങ്കിലും കുറഞ്ഞിരിക്കും. അടുത്ത ബിൽ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ബിൽസ് ആണ്. സോ നമുക്ക് അതിന്റെ റേഞ്ച് ആവറേജ് എന്ന് പറയുന്നത് ഒരു 35 പൗണ്ട്സ് to 45 പൗണ്ട്സ് ആണ്. സോ അത് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാനും അതുപോലെ തന്നെ പ്രൊവൈഡറും അനുസരിച്ചിട്ടായിരിക്കും അതിന് ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത്. ഞങ്ങൾ ഇവിടെ പേ ചെയ്യുന്ന 35 പൗണ്ട്സ് പെർ മന്ത് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാശാണ്. സോ അത് അഗൈൻ ഇതുപോലെ നമ്മുടെ പ്ലാൻ, നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാൻ അനുസരിച്ചിരിക്കും. അത് നമുക്കൊരു 10 to 15 പൗണ്ട്സിന്റെ ബിറ്റ്വീനിൽ നല്ല പ്ലാന് നമുക്ക് അവൈലബിൾ ആണ്. എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം എക്സ്പെൻസീവും ആണ്, അതുപോലെ തന്നെ ഒട്ടും റിലയബിളും അല്ല. സോ എന്തുകൊണ്ടും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു വണ്ടി ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ അങ്ങനെ ഓൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ മന്ത്ലി ചിലവ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ ചാർജും അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസിന് വരുന്ന ചാർജുമാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിന് മന്ത്ലി പേ ചെയ്യുന്നത് 90 പൗണ്ട്സ് ആണ്. പിന്നെ അതല്ലാണ്ട് ഫ്യൂവൽ ചാർജ് വരുന്നത് അറൗണ്ട് 150 പൗണ്ട്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഹസ്ബൻഡ് എല്ലാ ദിവസവും ഓഫീസിൽ പോയി വരാനും അതുപോലെ തന്നെ ഇവിടെ ഗ്രോസറി ഷോപ്പിങ്ങിനും പിന്നെ ഇവിടെ അടുത്തുള്ള വളരെ ചെറിയ സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു ഫ്യൂവൽ ചാർജ് ആണ് കേട്ടോ ഇപ്പം പറഞ്ഞത്. പിന്നെ ഉള്ളത് ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. സോ അത് ഫ്രീ ആണ് ഇവിടെ. ഇനി വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആൻഡ് എന്റർടൈൻമെന്റ് പർപ്പസസിന് വേണ്ടി വരുന്ന ചെലവുകളാണ്. സോ ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ആൻഡ് ഇൻഡിവിജ്വൽ. അപ്പം നോർമലി ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇൻ കേസ് ഒരു സിനിമ കാണാനൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു ടിക്കറ്റിന് 10 പൗണ്ട്സ് ആകും. അതല്ല നമ്മൾക്ക് പുറത്ത് പോയി ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പെർ പേഴ്സണ് ഒരു 10 to 15 പൗണ്ട്സ് ആവും ആവറേജ്. ജിമ്മ് പോലെയുള്ള സർവീസസ് വേണമെങ്കിൽ ഇവിടെ സ്പോർട്സ് സെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. സോ സ്പോർട്സ് സെന്ററിലെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് 35 പൗണ്ട്സ് ആയിരിക്കും മന്ത്ലി വരുന്നത്. അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമുക്ക് ചിലവ് കാർ ഉണ്ടെങ്കിൽ നമുക്ക് കാർ സർവീസസിന് വേണ്ടിയിട്ട് ആനുവലി ഒരു 250 പൗണ്ട്സ് ഒക്കെ മിനിമം ചിലവാകും. സ്കോട്ട്ലൻഡിൽ ഒരു ഫാമിലിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ആവറേജ് ഒരു 1500 to 2000 പൗണ്ട്സ് വരെ ആകും. ആൻഡ് അഗെയിൻ ഇത് ഞാൻ പറഞ്ഞല്ലോ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റീസ് വെർ യു ചൂസ് ടു ലിവ്. ഞങ്ങൾക്ക് ഇവിടെ മന്ത്ലി എക്സ്പെൻസ് ആവുന്നത് 1800 പൗണ്ട്സ് ആണ്. എല്ലാവർക്കും ഒരു ജനറൽ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഇൻഫർമേഷൻ ആവശ്യമുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും എക്സ്പെൻസസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൂടുതൽ UK അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ഓൾ മൈ വീഡിയോസ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.